എന്താ പറയുക, നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മുടെ കല്യാണത്തിനും മാംസയ്ക്കും ഓരോ എന്താ പറയുക ഓരോ ഫംഗ്ഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ, ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലായിട്ട് ഇങ്ങനെ പൊക്കാനും താഴ്ത്താനും എന്ന രീതിയിലാവും അത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഇതിനാവശ്യം മെറ്റീരിയൽസ് നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഇതിനാവശ്യം മെയിൻ മെറ്റീരിയൽസാണ് നമ്മുടെ മാറാലക്കോലാണ്. നമ്മുടെ മാറാലക്കോല തന്നെ നമ്മൾ എന്താ എടുത്തേക്കണേന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോയിലായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൊക്കാനും താഴ്ത്താനും എന്ന രീതിയിലാവും നമ്മുടെ സ്റ്റുഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ മാറാലക്കോലും നമുക്ക് പൊക്കാനും താഴ്ത്താനൊക്കെ പറ്റും. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചൂല് നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ബൾബ് ഹോൾഡറാണ്. നമ്മുടെ ബൾബ് ഹോൾഡർ നമ്മൾ ക്രിസ്മസിനൊക്കെ നമ്മുടെ ബൾബ് വെച്ച് ക്രിസ്മസ് കൂടിൻ്റെ അവിടെയൊക്കെ സെറ്റ് ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അതെടുത്ത് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുത്തിട്ടാണ് നമ്മുടെ പണി തുടങ്ങുക. അപ്പം നമുക്ക് ഹോൾ ഉണ്ടാക്കി നമ്മുടെ പണി തുടങ്ങാം. ഇനി നമ്മളിവിടെ പൊക്കിയിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഇവിടെ ഹോൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വയർ കടത്തിയെടുക്കും. അപ്പോൾ നമ്മളിവിടെ ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതേ കണ്ട. ഇനി നമ്മൾ കുടുങ്ങി ഇത് രണ്ടെണ്ണം കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കടത്താൻ. അല്ലെങ്കിൽ ഇത് ഒരെണ്ണം കടത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കയറാൻ പ്രയാസമാകും. ഇത് പൊക്കിയിട്ട് ഇങ്ങനെ പറ്റേ ഓക്കെ നമ്മൾ കടത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഫുള്ളായിട്ട് കടത്തിപ്പിടിക്കാം. എന്നിട്ട് പോടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് ഫുള്ള് ഇങ്ങോട്ട് വെച്ചിട്ട് ഫുള്ളി ഹോൾഡർ ഇങ്ങനെ വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പൊങ്ങി പോകും. എന്നിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം. നമുക്ക് ഈ വയറ് ഒക്കെ എടുത്തിട്ട് നമുക്കിത് കെട്ടാം. ഓക്കെ, ഇതിൽ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇത് ഉറപ്പിച്ച് വെക്കാനായിട്ട് നമ്മളിവിടെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ എന്തിനാ കെട്ടിയിട്ടെന്ന് വെച്ചാൽ നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഇതെടുത്തു. എന്നിട്ട് ഇത്രയ്ക്ക് ഇത് വലിയുള്ളൂ. ഇനി കൂടുതൽ അങ്ങോട്ട് കയറി പോവില്ല. അപ്പോൾ ഇനിയിപ്പോൾ കെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ ഇത് കെട്ടിട്ടായിരുന്നു ഇവിടെ നിൽക്കും. കെട്ടിട്ടില്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഊരിപ്പോവും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ കുറച്ച് പ്രയാസമാവും. പിന്നെ എന്താ ഇവിടെ നമ്മൾ സെല്ലോ ടൈപ്പ് ഒട്ടിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂ ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സെല്ലോ ടൈപ്പ് ഒട്ടിച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഊരിയെടുക്കാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് സെല്ലോ ടൈപ്പ് ഇവിടെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് മാസ്കിൻ ടൈപ്പ് എടുക്കാം. നമ്മൾ മാസ്കിൻ ടൈപ്പ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇത് ഉറപ്പിച്ച് ഒട്ടിക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെള്ള മാസ്കിൻ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഫുള്ള് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ മാസ്കിൻ ടൈപ്പ് ഒട്ടിച്ചൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാനായിട്ടൊക്കെ മുമ്പ് നമുക്ക് നമ്മുടെ ഈ സാധനം സ്റ്റുഡിയോ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് വേണ്ടേ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കൂടെ കണ്ട ഇങ്ങനെ വീഴുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിന് ഇരിക്കാൻ വേണ്ടി നമ്മൾ PVC പൈപ്പോട് നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് PVC പൈപ്പിൻ്റെ ആ സ്റ്റാൻഡിന് ആവശ്യമായ മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടാം. നമുക്കിതിന് ആദ്യം ആവശ്യം 9 സെൻറ്റിമീറ്ററുള്ള 4 PVC പൈപ്പാണ് നമുക്ക് ആദ്യം ആവശ്യം. പിന്നെ നമുക്ക് സെക്കൻഡായിട്ട് ആവശ്യം 7 സെൻറ്റിമീറ്ററുള്ളൊരു PVC പൈപ്പാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യം 3 ടീ പൈപ്പാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യം 4 എൽബോയാണ്.
പിന്നെ നമുക്ക് അടുത്തതായിട്ട് ആവശ്യം 17 സെൻറ്റിമീറ്ററിൻ്റെ PVC പൈപ്പാണ്. ഇതൊക്കെ 25 mm പൈപ്പ്സാണ്. അപ്പം നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്തെടുത്താലോ? ആദ്യം നമ്മുടെ ടീ പൈപ്പ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 7 സെൻറ്റിമീറ്ററിൻ്റെ നമ്മുടെ പൈപ്പ്സ് ഇല്ലേ, 2 അതെടുത്ത് നമ്മുടെ സൈഡിൽ 2 വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ടീ പൈപ്പ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ആ പൈപ്പ് സെറ്റ് ചെയ്തിടണേ. എന്നിട്ട് അടുത്ത സൈഡിലും അങ്ങനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ 9 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ്സ് ഇല്ലേ, 4 അത് തുറന്നെടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിൽ. പിന്നെ അടുത്തതായിട്ട് വേറൊരു സൈഡിലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്തും ഇതേമാതിരി തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാധനം ഡ്രോൺ മാതിരിയാവും. ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4 എൽബോ ഉണ്ട്. ആ 4 എൽബോയും കൂടിയിട്ട് നമ്മൾ ഇവിടെ വയ്ക്കും. ഇപ്പോൾ 9 സെൻറ്റിമീറ്ററിൻ്റെ ആ പൈപ്പിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതെന്തുട്ടോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ 17 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ്സിൻ്റെ സൈഡിലായിട്ട് നമ്മൾ 2 എൽബോ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ 9 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി മര്യാദയ്ക്കൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഊരിപ്പോവും. നമ്മൾ 2 സൈഡിലും തട്ടി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിലും നമുക്ക് ഇതേമാതിരി ചെയ്യാം. നമ്മുടെ 17 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും 2 എൽബോ എടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ 9 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 സൈഡിലും ഇത് എൽബോ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 9 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലായിട്ട് നമ്മുടെ 17 സെൻറ്റിമീറ്ററും എൽബോ ഒക്കെയുള്ള സെറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കുക നമ്മൾ. പിന്നെ ആ സൈഡിലൊക്കെ ചെറുതായി വളവൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ മര്യാദയ്ക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ സൈഡിലും തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് സെറ്റ് ആയിട്ടാ. അടിപൊളി സ്റ്റാൻഡാണ്. ഇതൊക്കെ കണ്ടോ? ഇനി നമ്മൾ അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഒരു ഫ്രെയിം ഷേപ്പിൽ നമ്മുടെ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാറാലക്കോല് വെച്ച് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിയാൻ പോവാണ്. ഇനി നമ്മുടെ മാറാലക്കോലെടുത്ത് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകണം. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇത് ഈ പൈപ്പ് ഞാൻ എന്തിനോട് വെച്ചേക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മാറാലക്കോല് കുറച്ചും കൂടി തടി ഉണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആവും. എൻ്റെ കുറച്ച് തടി കുറവായ കാരണം ഇവിടെ സെറ്റാവില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു കുഞ്ഞൊരു പൈപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ ഇപ്പം നിൽക്കാൻ നോക്കട്ടെ. ഇനി ഒന്ന് ഇവിടെ കുറച്ചും കൂടി ഒന്ന് കറക്റ്റാക്കാം. നമുക്ക് ഇനി അടിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് ടൈറ്റാക്കി നമ്മുടെ ഫ്രെയിമും മാറാലകോലും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് പ്ലഗിൻ്റെ അടുത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് പ്ലഗിൻ്റെ അവിടെ വെച്ച് കാണാം. നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഇനി നമ്മൾ സ്വിച്ച് സംക്രമണത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലഗിൽ കുത്തി വയ്ക്കാം. നമ്മൾ സ്വിച്ച് ഇടാൻ പോവല്ല, നമുക്ക് അതിനായിട്ട് മുമ്പ് ബൾബ് വെക്കണ്ടേ. അല്ലെങ്കിൽ ബൾബ് ഫിറ്റ് ചെയ്തേ. ബൾബ് ഇവിടെ വയ്ക്കുക. ഓക്കെ, ഇത് 9 വോൾട്ടിന്റെ LED ബൾബാണ്. നമുക്ക് സ്വിച്ച് ഇട്ടോക്കാം. എന്താ നോക്കിട്ടൊക്കെ നമുക്കിത് പൊക്കി നോക്കാം. കണ്ടോ, നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കറക്റ്റ് ആയിട്ടാ. ഇനി എന്തൊരു പണിയാ, നമ്മുടെ ഈ ബൾബ് ഊരിയിട്ട് നമ്മൾ ഈ സ്റ്റുഡിയോയിലേക്ക് ഫുള്ള് പെയിന്റ് അടിച്ചെടുക്കും. നല്ല സ്റ്റുഡിയോയിലേക്ക് വരി നല്ല കുട്ടപ്പനായി സെറ്റ് ചെയ്തെടുക്കും നമ്മള്. അപ്പൊ നമുക്ക് ഈ ബൾബൊക്കെ ഊരി നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് കുട്ടപ്പനാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിന് പണി ഫുള്ളാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കോളി സാധനമായിട്ടുണ്ട്. നമ്മള് ആദ്യം നമ്മുടെ സാധാരണ നമ്മുടെ സ്ക്രാബിന്റെ യൂസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി വേണം. നമ്മുടെ എല്ലാ ഫങ്ഷൻസിനും നിങ്ങളപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്, പൊളി സാധനമായിട്ടുണ്ട്. നമ്മൾ
ഒന്നുകൂടി നമ്മൾ ബൾബ് കത്തിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതേക്കണ്ട അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റുഡിയോത്തിന്റെ പണി മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ സ്വിച്ച് ഓൺ കർമ്മം നമ്മൾ ചെയ്യാൻ പോവാണ്. കേൾക്കണ്ടോ, നമ്മുടെ സ്റ്റുഡിയോ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഫോറും ആഫ്റ്ററും ഇടുന്ന. അപ്പൊ ഫോട്ടോസ് അതിപ്പോ നമ്മൾ ഇടാൻ പോവാണ്, അകത്ത് വെച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി പോകണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബൈ ബൈ.